ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മാങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ മാങ്ങ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അച്ചാറിട്ട് അപ്പം തന്നെ കഴിക്കാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഈ അച്ചാർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒരു കട്ടിയുള്ള ടൈപ്പ് ചട്ടിയിലാവും മാങ്ങ എപ്പോഴും അച്ചാറിടണം നല്ലത്, ഇല്ലെങ്കിൽ മണ്ണൻ ചട്ടിയിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കാണുന്ന സാധനം ഗ്യാസ് ലാഭിക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ്. ഇതിനെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗ്യാസ് വല്ലാതെ പുറത്തേക്ക് പാളൂല കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ 2 ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏകദേശം ഒരു ചെനച്ച ടൈപ്പ് മാങ്ങ ഉണ്ടാവില്ലേ, എന്നാൽ നല്ല മധുരമല്ല, ഏകദേശം ഒരു ചെറിയൊരു മധുരം അങ്ങനത്തെ ടൈപ്പാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ അച്ചാറും പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞുകൊണ്ട് അങ്ങനെ ലെവലാക്കി എടുക്കുക. പക്ഷേ ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇപ്പം തന്നെ കഴിക്കാനുള്ള രീതിക്കാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലല്ലാതെ നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചില ആളുകൾ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കും, വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെങ്ങനെ അച്ചാറിടുന്ന രീതിക്കൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്യണത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാർ പൊടിയാണ്, പുറത്തുനിന്ന് നമ്മൾ അച്ചാർ പൊടി വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി ഉടനെ തന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അരച്ച് ഇങ്ങനെ ഇതുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക, അങ്ങനെയും ചെയ്ത് കൊടുക്കുക. ഞാനിത് പെട്ടെന്ന് എളുപ്പപ്പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. മിക്സിയിലാകുമ്പോൾ ഒറ്റ കറക്കൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ആ എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ആ ഒരു ഇത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് കഴിക്കണതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ആക്കം പോലെ കിട്ടാൽ മതി. കറിവേപ്പില ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറിവേപ്പിൻ്റെ ഇല ഇഷ്ടമാണ്. ഞാൻ കറിയിൽ നിന്നൊന്നും കറിവേപ്പില കളയാറില്ല, ഞാൻ കഴിക്കാറാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതും ഈ കറിവേപ്പിലയും നന്നായിട്ട് തന്നെ മൂത്തിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മസാലപ്പൊടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള മസാലപ്പൊടിയാണെന്നുള്ളത്. മസാലപ്പൊടി പറഞ്ഞാൽ അച്ചാറും പൊടി കേട്ടോ, പിക്കിൾ പൗഡർ. അപ്പോൾ ഇത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉലുവ, കടുക്, ചെറിയ ജീരകം, പട്ട, അതുപോലെ തന്നെ ഏലക്കായ, ഗ്രാമ്പൂ ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയൊരു പട്ട കഷ്ണം, ചെറിയൊരു ഏലക്കായ ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ജീരകം ഇട്ടിട്ടാണ് ജീരകവും അതുപോലെ തന്നെ ഉലുവയും കടുകും ഇട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ച് കണ്ട് ചേർക്കുന്നതാണ് കേട്ടോ. ഈ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കായം ചേർക്കാം. പക്ഷേ ഞാൻ ഈ കായം ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അച്ചാറും പൊടിയിലിട്ടോ, അച്ചാറും പൊടി നമ്മൾ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ അച്ചാർ ഇടുമ്പോഴാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ദിവസം എടുത്ത് വെക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കായപ്പൊടി ഒഴിവാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ പൊടി ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് തന്നെ ആ ഒരു എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടിട്ട് ആ ഒരു അതിൻ്റെ ഒരു മസാല മണക്കാണ് മാറിപ്പോകണം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പിലിട്ട് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, ഉപ്പിലിട്ട് വെക്കുമ്പോൾ ആ കുപ്പിയിൽ കുറച്ച് വെള്ളമായിട്ട് വരും. ആ വെള്ളം കളയരുത്, നമ്മൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. ചട്ടി തീ ഓവറായിട്ട് വെക്കണ്ട, ഒരു മീഡിയം സൈസിൽ തീ വെച്ചാൽ മതി. ഈ ഒരു സമയത്ത് ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ വലിയും. അപ്പോൾ അതുകൊണ്ടാണ് തീ ഒരു പാകത്തിനാക്കി വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉപ്പിടാൻ മറക്കണ്ട. ഉപ്പ് ഞാൻ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണല്ലോ, അതുകൊണ്ട് തന്നെ ഉപ്പ് കമ്മി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആദ്യം തന്നെ ഒരു കണക്കിനനുസരിച്ച് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ എനിക്ക് പാകത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇളക്കി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വാടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കാൻ ആ ഒരു എണ്ണയ്ക്ക് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുക്കട്ടെ. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ കായപ്പൊടി ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനത് മിസ് ചെയ്തു കേട്ടോ. അത് ആ ഒരു സമയത്ത് ധൃതിയിൽ ഇങ്ങനെ ചെയ്ത് പോകല്ലേ. അപ്പോൾ അങ്ങനെ പക്ഷെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതാ സെറ്റായിട്ട് വരും കേട്ടോ. അതിൽ ആ ചൂടിൽ തന്നെ കടന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ, കാരണം നമ്മൾ ഉപ്പിൻ്റെ വെള്ളവും സുറുക്കിയൊന്നും അതിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ. സുറുക്കി ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കരുത്. അതിൻ്റെ മുമ്പ് തന്നെ ഈ മാങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളി കായയുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാ കറക്റ്റ് ആ ലെവലിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ആ കായവും അതൊക്കെ ഇട്ടുകൊണ്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഉപ്പും വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും വെള്ളം അധികമൊന്നുമില്ല, ഈ ഒരു കാണുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ കുറി ഞാൻ ഇതേപോലെ ചെയ്തപ്പോൾ കുറച്ച് തോനെ ഉപ്പും വെള്ളം ഉണ്ടായിരുന്നു. ചില സമയത്ത് അങ്ങനെ ഉണ്ട്, ചെനച്ച മാങ്ങ ആയതുകൊണ്ടാണോ എന്നറിയില്ല, വെള്ളം പാകത്തിന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ അതും പിന്നെ ഈ ഉപ്പും വെള്ളം അതിലിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളം ഇതിലിങ്ങോട്ട് പിടിച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതോടുകൂടി നമ്മൾ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾ നമ്മളെ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടും പിന്നെ കമൻറ്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വെള്ളം ഏകദേശം വറ്റി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കഴിക്കാനും രസമാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി സുർക്ക അതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഇരിക്കും. അതായത് കേടാകാതെ പൂപ്പലൊന്നും വരാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സുർക്ക അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മധുരമുള്ള ഒരു പിന്നെ ചെറുതായിട്ടൊരു മധുരമുള്ള പോലെയുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും അങ്ങനത്തെ പിന്നെ അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സാധാരണ അങ്ങനെ അച്ചാറിടുന്ന സമയത്ത് പച്ചമാങ്ങയൊക്കെ അച്ചാറിടുന്ന സമയത്ത് നമ്മളെ പിന്നെ ശർക്കര ഉണ്ടല്ലോ, ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ചെറിയൊരു മധുരം ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത്, പിന്നെ അച്ചാറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സുർക്കയൊക്കെ ഒഴിച്ച് ഒക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വല്ലാതെ അങ്ങോട്ട് ഇട്ട് തിളപ്പിക്കണ്ട, ഒന്നും ഇങ്ങോട്ട് ഇളക്കി പിന്നെ ആ ഒരു മാങ്ങൻ്റെയും ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി എടുത്ത് കണ്ട് അങ്ങനെ ഒരു ഇത് മതി കേട്ടോ. അപ്പോൾ കണ്ട തിളക്കണുണ്ട്, ആ ചട്ടീൻ്റെ ചൂടുകൊണ്ട് തിളക്കുകയാണ്. ഞാൻ വേഗം പിന്നെ ആ ഒരു തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ചട്ടി കിടന്നിട്ട് തന്നെ അത് പിന്നെ നന്നായിട്ട് തന്നെ വെന്തിട്ട് വരും. നമ്മൾ 2 ദിവസം ഉപ്പിലിട്ടിച്ചുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എടുത്ത് കഴിക്കാം കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊന്നും പറയാൻ മറക്കരുതേ.